വെള്ളാപ്പള്ളിയും കുടുംബവും എസ്.എൻ. ട്രസ്റ്റിൽ നിന്ന് 500 കോടി രൂപയ്ക്ക് മേൽ തട്ടിപ്പ് നടത്തിയെന്നാണ് എസ്.എൻ. ട്രസ്റ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കിളിമാനൂർ ചന്ദ്രബാബുവിന്റെ ആരോപണം. എന്നാൽ വിഷയം ആരും തന്നെ പൊതുയോഗത്തിൽ ഉന്നയിച്ചില്ല. ചന്ദ്രബാബുവിന്റെ ആരോപണം ആരുടെയോ പ്രേരണയിലാണെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ബാർ വിഷയത്തിൽ സർക്കാരിൽ അഭിപ്രായ സമന്വയം ഇല്ലാത്തത് ഖേദകരമാണ്. അഭിപ്രായ ഐക്യമില്ലാത്തതാണ് വിഷയം കോടതിയിലെത്താൻ കാരണം. വി.എം. സുധീരന്റെ നിലപാടുകൾ വ്യക്തിപരമാണ്. തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ആർജവം കാട്ടണം. അദ്ദേഹത്തിനൊരു നിലപാട് അതിൽ ശക്തമായിട്ട് എടുത്തുവെങ്കിൽ നമുക്ക് എന്ത് പറയാനൊക്കും? ആർക്കും ഏത് നിലപാടെടുക്കാം. എനിക്കൊരു നിലപാടെടുക്കാം, സുധീറിന് നിലപാടെടുക്കാം, മുഖ്യമന്ത്രിക്ക് എടുക്കാം. പക്ഷേ ഇപ്പം ഞാനെടുക്കുന്ന നിലപാട് പോലല്ല. ഈ ഭരണത്തിലിരിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ ഒരു കൂട്ടായ്മ ഇല്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഖേദകരം. ഈ കോടതിയെ മുമ്പിട്ട് എന്തിനാ അലക്കണത്? അവരത് ഒരു തീരുമാനം എടുക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. നിലവാരമുള്ള ബാറുകൾ തുറന്നു പ്രവർത്തിക്കണം. അല്ലാത്തവയ്ക്ക് മതിയായ സമയം അനുവദിക്കണം. +2 വിഷയത്തിൽ UDF സർക്കാരിൽ നിന്ന് സമുദായത്തിന് നീതി ലഭിച്ചിട്ടുണ്ട്. ആവശ്യപ്പെട്ട സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചു. സഹായകരമായ നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ SNDP നേതൃത്വം UDFുമായി അടുക്കുകയാണെന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി പ്രതികരിച്ചില്ല. നേരത്തെ എസ്.എൻ. ട്രസ്റ്റ് വാർഷിക പൊതുയോഗം 22 കോടി 42 ലക്ഷത്തിന്റെ വാർഷിക ബജറ്റിനും അംഗീകാരം നൽകി. മീഡിയ 1 ആലപ്പുഴ.